ഹലോ. ബിസിനസ് ഓണേഴ്സ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങളുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത്. പക്ഷെ പലരും ഇതത്ര ഗൗരവത്തോടുകൂടി എടുക്കാറില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെങ്ങാനും നിർത്തിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, സ്റ്റാഫ് നിർത്തിപ്പോയി കഴിഞ്ഞാൽ അവരിൽ ഇൻവെസ്റ്റ് ചെയ്ത മണി വേസ്റ്റ് ആവില്ലേ എന്ന് ഓർത്തിട്ടാണ് പലരും ഇത് ചെയ്യാത്തത്. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ സ്റ്റാഫിൽ നിന്നുള്ള ഫുൾ പൊട്ടൻഷ്യൽ കിട്ടണമെങ്കിൽ അവരെ ട്രെയിൻ ചെയ്യണം, നല്ല രീതിയിൽ തന്നെ ട്രെയിൻ ചെയ്യണം. അതിപ്പോൾ 2 സ്റ്റാഫുള്ളെങ്കിലും 3 സ്റ്റാഫുള്ളെങ്കിലും ഇത് വലിയ കമ്പനികൾക്ക് മാത്രം ബാധകമായിട്ടുള്ളൊരു കാര്യമില്ല. ചെറിയ കമ്പനികളും ഇത് ചെയ്യണം. നിങ്ങളുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ നിൽക്കുന്ന കാലത്തോളം നമുക്ക് അവരിൽ നിന്ന് ഫുൾ പൊട്ടൻഷ്യൽ എടുക്കാൻ പറ്റും. അവർ പോകുമോ ഇല്ലേ എന്നുള്ളത് നമ്മുടെ കൺട്രോളിലല്ല. ഒരു പരിധി വരെ നല്ല സാലറിയും നല്ല ട്രീറ്റ്മെൻറ്റ് ആണെങ്കിൽ അധികം എംപ്ലോയീസും നിൽക്കും. ഇനി അവർ പോയാൽ തന്നെ ആ നിൽക്കുന്ന കാലത്തോളം നമുക്ക് നല്ല രീതിയിൽ തന്നെ അവരുടെ ഹൈ പൊട്ടൻഷ്യൽ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അവരുടെ ടൈമും എഫേർട്ടും നമുക്ക് ലെവറേജ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷെ അധിക പേരും ഈവൻ ട്രെയിനിങ് കൊടുത്താൽ തന്നെ ട്രെയിനിങ് കൊടുക്കുന്നത് വന്ന കസ്റ്റമറെ കൊണ്ട് കൂടുതൽ ഇടിപ്പിക്കാനും സെയിൽസിൻ്റെ ടെക്നിക്കുകളും ടാക്ടിക്സൊക്കെ പഠിപ്പിക്കാനാണ്. നിങ്ങൾക്ക് ഓർഡർ കുറവാണെങ്കിൽ, വേണ്ടത്ര കസ്റ്റമേഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ സെയിൽസ് ടെക്നിക്കുകളല്ല പഠിക്കേണ്ടത്, മറിച്ച് മാർക്കറ്റിംഗ് ആണ്. നിങ്ങളുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യിക്കേണ്ടത് കൂടുതൽ കസ്റ്റമറെ എങ്ങനെ കണ്ടെത്താം എന്നുള്ള വിഷയത്തിലാണ്. കസ്റ്റമേഴ്സിനെ കൂടുതലായിട്ട് കണ്ടെത്താൻ നിങ്ങളുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യിക്കണം. കാരണം അധിക സമയവും സ്റ്റാഫിന് കുറച്ച് ഫ്രീ ടൈം ഉണ്ടാവും, ഒട്ടുമിക്ക സ്ഥാപനങ്ങളിലെല്ലാം. അപ്പോൾ ആ ഫ്രീ ടൈമിൽ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനായിട്ട് അവരുടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറയാം. അതിന് നിങ്ങൾ അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. നമ്മളുടെ ഇന്നത്തെ മോഡേൺ സൊസൈറ്റിയിൽ നമ്മൾ ഏത് വിഭാഗം കസ്റ്റമറെ ടാർഗറ്റ് ചെയ്താലും അവരെല്ലാം തന്നെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകളാണ്. പ്രത്യേകിച്ച് ജെൻസി, മില്ലേനിയൽസ് എന്ന് പറഞ്ഞാൽ 90കളിൽ ജനിച്ചവർ, ജെൻസി എന്ന് പറഞ്ഞാൽ 2000 ആണ്ടിൽ ജനിച്ചവർ. കാരണം അവർക്കിപ്പോൾ ഒരു 20 വയസ്സിന് മേളിലായിട്ടുണ്ടാവും, എന്തെങ്കിലും ജോലി ആയിട്ടുണ്ടാവും, സ്വന്തമായിട്ട് പർച്ചേസിങ് ഡിസിഷൻ എടുക്കാനും പർച്ചേസിങ് പവറും അവർക്കുണ്ട്. ഇവരെവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് നമ്മൾ പഠിക്കണം. ഈ കാലഘട്ടത്തിൽ ജനിച്ച ആളുകൾ TV അല്ല കാണുന്നത്. രാവിലെ മുതൽ ഉച്ച മുതൽ വൈകുന്നേരം വരെ TV കാണുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട കുട്ടികളെ നമുക്കിപ്പോൾ കാണാൻ തന്നെ ഇല്ല. അധിക പേരും അവരുടെ സ്ക്രീനിലാണ്. ചെറിയ സ്ക്രീൻ അതേതാണ്? നമ്മുടെ മൊബൈൽ ഫോണിലാണ്. ഈ മൊബൈൽ ഫോണിൽ അവരെവിടെയാണ് ടൈം സ്പെൻഡ് ചെയ്യണത്? സോഷ്യൽ മീഡിയയിലാണ്. കാരണം അവരുടെ ഫ്രണ്ട്സും അവരുടെ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളും എല്ലാം ഉള്ളത് സോഷ്യൽ മീഡിയയിലാണ്. അധിക സമയം അവർ സോഷ്യൽ മീഡിയയിലുണ്ട്. അവർക്ക് പർച്ചേസിങ് പവറുണ്ട്, പർച്ചേസിങ് ഡിസിഷൻ എടുക്കാനുള്ള കഴിവുമുണ്ട്. അപ്പോൾ ഇത്തരം ഈ ഒരു വിഭാഗം ആളുകളെ നമ്മൾ ടാർഗറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സോഷ്യൽ മീഡിയ വഴി മാർക്കറ്റിംഗ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങളൊരു ദിവസം ഒരു മണിക്കൂറിൽ താഴെ മാറ്റി വെച്ചാൽ തന്നെ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സ്ഥാപനത്തിലേക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ വരുത്താനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇത് പഠിക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിനെങ്കിലും ട്രെയിൻ ചെയ്യാം. സോഷ്യൽ മീഡിയയുടെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും നമ്മളുടെ സ്ഥാപനത്തിൻ്റെ പേര് അതുപോലെ നമ്മളുടെ ബ്രാൻഡ് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ട് വരാനായിട്ട് സോഷ്യൽ മീഡിയയിൽ സാധിക്കും. സോഷ്യൽ മീഡിയയിൽ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ കോൺടാക്റ്റ് ഡീറ്റെയിൽസ് കിട്ടുകയാണ്. കസ്റ്റമേഴ്സ് നമ്മളുടെ സ്റ്റോറിൽ വരാതെ തന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ വരാതെ തന്നെ നിങ്ങളെപ്പറ്റി കൂടുതലായിട്ട് അവർക്ക് പഠിക്കാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയ എൻ്റർടൈൻമെൻറ്റിന് മാത്രമല്ല ആളുകൾ ഉപയോഗിക്കുന്നത്, അവർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട്, പ്രൊഡക്റ്റുകൾ സെർച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയക്ക് ഒരുപാട് യൂസേജ് ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓഫർ, നിങ്ങളുടെ പ്രൊഡക്റ്റ്, നിങ്ങളുടെ സർവീസ് അല്ലെങ്കിൽ നിങ്ങളെന്നൊരു വ്യക്തി എന്തുമായിക്കോട്ടെ, സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് പ്രസൻസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിലേക്ക് എത്താനായിട്ട് സാധിക്കും. പലരും ഇത് ചെയ്യാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തുടക്ക സമയത്ത് എങ്ങനെയാണ് ഒരു ഫോളോവേഴ്സ് ഇല്ല, സബ്സ്ക്രൈബേഴ്സ് ഇല്ല, അല്ലെങ്കിൽ വീഡിയോക്ക് റീച്ച് ഇല്ല എന്നൊക്കെ പറഞ്ഞാണ് പലരും ഇത് ചെയ്യാത്തതിൻ്റെ ഒരു കാരണം. നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് ഇതിൻ്റെ പുറകെ, ഞാൻ പറഞ്ഞല്ലോ, ഒരു മണിക്കൂറിൽ താഴെ ഒരു ദിവസം സ്പെൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് അതിന് ടൈം ഇല്ലെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞ സ്റ്റാഫിനെ നിങ്ങൾ ഇതിന് ട്രെയിനിങ് കൊടുക്കുക. സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ വിഭാഗം കസ്റ്റമേഴ്സും ഉണ്ട്. ഏറ്റവും എളുപ്പത്തിൽ ഓൺലൈനിൽ പ്രസൻസ് തെളിയിക്കാൻ പറ്റുന്ന സോഷ്യൽ മീഡിയയിലൂടെയാണ്. നിങ്ങളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ടിലൊക്കെ ലിസ്റ്റ് ചെയ്താൽ തന്നെ ലിമിറ്റേഷൻ ഉണ്ട്. നമ്മളുടെ ഒരു ബ്രാൻഡ് വളർത്തിക്കൊണ്ട് വരാൻ ലിമിറ്റേഷൻ ഉണ്ട്. എന്നാൽ സോഷ്യൽ മീഡിയ വഴി നമുക്ക് കസ്റ്റമറുമായിട്ട് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷനാണ്. പെട്ടെന്ന് തന്നെ നമ്മളുടെ പ്രൊഡക്റ്റും സർവീസും കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. ഇതാണ് സോഷ്യൽ മീഡിയയുടെ ഗുണം. സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി നിങ്ങൾക്കും ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയയിലൂടെ കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താനും സെയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. നിങ്ങളെപ്പോലുള്ള ചെറിയ ബിസിനസ് ഓണേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ഒരു കോഴ്സ് തയ്യാറാക്കിയിട്ടുള്ളത്. ഈ കോഴ്സിൽ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് എങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിനെ കണ്ടെത്താം, സെയിൽ വർദ്ധിപ്പിക്കാമെന്ന് പഠിക്കാനായിട്ട് സാധിക്കും. ഞാൻ എൻ്റെ ഒരു 5-6 വർഷത്തെ എക്സ്പീരിയൻസിലാണ് ഇത് തയ്യാറാക്കിയേക്കുന്നത്.
കൂടുതൽ വിജയിച്ച സംരംഭകരിൽ നിന്നും ഞാൻ കുറേ പാഠങ്ങൾ ഉൾക്കൊണ്ടിട്ട് അതും കോഴ്സിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ബിസിനസ് ഓണറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള സമയമില്ല അല്ലെങ്കിൽ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫിനെങ്കിലും നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ കോഴ്സിൽ പങ്കെടുക്കാം. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അതിലും വരും. അതുപോലെ കമൻറ്റ് സെക്ഷനിലും ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതിൽ പങ്കെടുക്കാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.